എഴുത്തുവേണോ കഴുത്തുവേണോ എന്ന് ഭയപ്പെടുത്തുന്ന അവസ്ഥയിലാണ് എഴുത്തുകാർ ജീവിക്കുന്നതെന്ന് കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത്ചന്ദ്രവർമ്മ. അക്ഷരങ്ങളെയും വാക്കുകളെയും വർഗീയവൽക്കരിക്കുകയാണ്. പഴയ പല ഗാനങ്ങളും പേരുകൾ പോലും ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. പരസ്പരം ഇടപെടാൻ പാടില്ലാത്ത മതവും രാഷ്ട്രീയവും സാംസ്കാരിക ശാഖയിൽ ഭീതി ഉളവാക്കുകയാണെന്ന് ഗാനരംഗത്തെ പ്രമുഖർ. സിനിമയിലെ മാറ്റവും ചിലവ് വർധനയും സിനിമാ ശാഖയിൽ ഗാനശാഖയ്ക്ക് മങ്ങലേൽപ്പിച്ചെന്ന് ഗായകൻ സുദീപ് കുമാറും എഴുത്തുകാർക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്ന് കവിയും ഗാനരചയിതാവുമായ രാജീവ് ആലുങ്കലും പരിതപിച്ചു. പാലക്കാട് പ്രസ് ക്ലബിന്റെ മീറ്റ് ദ ആർട്ടിസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു മൂവരും. കാൽപ്പനികതയും പ്രണയവും നഷ്ടമായത് ഗാനരചനയെയും ബാധിച്ചു. വാക്കിനും വരികൾക്കും ജീവൻ നൽകുന്ന ചെയ്താക്കൾക്ക് അംഗീകാരം ലഭിക്കുന്നില്ല. കവിത്വമുള്ള ഗാനങ്ങൾ എന്നും നിലനിൽക്കും. ഇന്നത്തെ ഗാനവും ആസ്വാദകരും ഉത്സവാന്തരീക്ഷം മാത്രം ആഗ്രഹിക്കുന്നവരാണെന്നും ഇരുവരും പറഞ്ഞു. പണ്ട് നമ്മുടെ കാലത്തല്ലേ ഒരു പരിധി വരെ ഒരു പ്രണയം എന്ന് പറയുന്ന ഒരു സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പിടിക്കാം. അത് നമ്മളിലെ മനസ്സ്. പക്ഷെ അതിനെക്കുറിച്ച് എങ്ങനെ എഴുതും എന്നൊരു ചിന്ത ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അത് മാക്സിമം ആ സൗന്ദര്യത്തെ വർണ്ണിക്കാൻ നമുക്കൊരു ഇഷ്ടമുണ്ടാകും. ഇന്നിപ്പോൾ അത് ആവശ്യം വരുന്നില്ല. ഇന്നൊരു പെണ്ണിൻ്റെതായ മണമില്ല. മൊത്തം ഏതെങ്കിലും ബ്രാൻഡഡ് പെർഫ്യൂമിന് ഉണ്ടായിരിക്കും. ഇപ്പോൾ കച്ചവടക്കാരത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ട് ജനിക്കുമ്പോഴേ ഡിഫൈൻ ചെയ്തൊരു ജീവിതമാണ് ഇപ്പോൾ ഉള്ളത്. മറ്റു നമുക്കൊന്നും അറിയില്ല. നമ്മൾ എന്ത് ചെയ്യും, ആരാണ് നമ്മുടെ ഇണാന്ന് പോലും അറിയില്ല. ഇപ്പം അതല്ല. എൻ്റെ മോളോട് ചോദിച്ചപ്പോഴേ എങ്ങനെയുണ്ട്, അവനോട് വിളിച്ചിട്ട് അത് സംഭവിക്കില്ല. നെക്സ്റ്റ് അവിടെ എവിടെ ഒരു പ്രണയം ഉണ്ടാകുമെന്ന് പറയും. മറ്റേത് പരിയക്കുട്ടി പോലെ പാടി നടക്കുന്നതല്ല പറയുന്നത്. പക്ഷേ അതിനുവേണ്ടി നമ്മളിൽ ഒരു ഒരുക്കമുണ്ട്. ഒരു തിരമാല ഉണ്ടാവില്ല, അതുണ്ടാവും. ഞാൻ പ്രേമലേഖനം എഴുതി കൊടുത്ത് കല്യാണം കഴിച്ചിട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് കാര്യം എനിക്ക് എൻ്റെ കൂടെ ഒരു നല്ല പരിചയമുള്ളൊരു കുട്ടിയുണ്ടായിരുന്നു പഠിക്കാൻ. നന്നായിട്ട് വായിക്കും. അപ്പം ഞങ്ങൾ തമ്മിൽ സാഹിത്യ കാര്യങ്ങൾ ചർച്ച ചെയ്യും. പക്ഷേ എനിക്കൊരു പ്രണയമായിട്ട് തോന്നില്ല. കാര്യം എനിക്ക് വേറെ പ്രണയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ഇത് എൻ്റെ കൂട്ടുകാരൻ്റെ ഇവിടെ ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഇവര് ഭാഷ അറിയില്ല, മലയാളം അറിയില്ല അത്യാവശ്യമൊക്കെ. പക്ഷെ അത് അവർക്കറിയത്തില്ല. നന്നായിട്ട് മലയാളം പറയുമെങ്കിൽ എഴുതാനൊന്നും അറിയില്ല. അപ്പം ഞാനാണ് ഇയാൾക്ക് വേണ്ടി പ്രേമലേഖനം എഴുതി കൊടുക്കുന്നത്. പുള്ളി കൊണ്ട് കൊടുക്കും. അങ്ങനെ അവർ തമ്മിൽ വളരെ അടുത്ത് കല്യാണം കഴിച്ചു. ഒരു 5 കൊല്ലം മുമ്പ് മൂത്ത മകളുടെ കല്യാണത്തിന് വന്നിരുന്നു വിളിക്കാനായിട്ട്. അന്നേരമാണ് ഈ പെണ്ണ് പറഞ്ഞത്, ഇത്രയും കത്തെഴുതി കൊടുത്ത ശരത്താണല്ലേ, ഞാൻ അത് അറിഞ്ഞിട്ട് ഞാൻ ശരത്തിനെ കെട്ടുകൊള്ളായിരുന്നു. അപ്പം എന്തായിരുന്നു ആ പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ ആ കണ്ടന്റിന്റെ ശക്തി അതിന്നുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കും അപ്പം അതിൻ്റെ ആവശ്യമില്ല. കുടുംബകഥകൾ ഉണ്ടാവാത്തതും ചെലവും സിനിമാ ഗാനങ്ങളുടെ എണ്ണം കുറയാനിടയാക്കിയതായി ഗായകൻ സുദീപ് കുമാർ. കവികൾ തന്നെ ഞാൻ ഈ പാട്ട് പാടി എന്ന് പറഞ്ഞ് ഓരോ വേദികളിൽ പോയി പ്രസംഗിച്ചാൽ രാജീവ് അക്കാര്യത്തിലും എടുക്കുന്നതാണ്. രാജീവിന്റെ പാട്ടുകൾ രാജീവ് കൃത്യമായിട്ട് അടയാളപ്പെടുത്തി സംസാരിക്കാൻ രാജീവിനാക്കി. പക്ഷേ പുതിയ കാലത്ത് വരുന്ന പാട്ടെഴുത്തുകാർക്ക് പലർക്കും അത് കഴിയുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ പാട്ടുകൾ സംഗീത സംവിധായകന്റെ പാട്ടുകാരൻ്റെതായി മാറിപ്പോകുന്നു. കാവ്യഗുണമുള്ള പാട്ട് കേൾക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക സംസ്കരിക്കപ്പെട്ട കൾച്ചേർഡ് വോയിസ് എന്ന് പറയുന്നത് ശബ്ദം സീസൺഡ് വോയിസസ് കേൾക്കാനോ അല്ലെങ്കിൽ സംഗീത സംവിധായകൻ ഈ കവിതയ്ക്ക് കൊടുത്തിരിക്കുന്ന ഭാവതലങ്ങൾ അതൊരു വേദിയിൽ എങ്ങനെ ഗായകൻ അവതരിക്കുന്നൊന്നും കേൾക്കാനല്ല ആളിൽ കൂടെ തുള്ളണം. ആളിൽ ഇതിൻ്റെ കൂടെ ഞാനും എല്ലാവരും കൂടെ പാടും. ഇപ്പോഴത്തെ ഒരു രീതി അങ്ങനെയാണ്. അപ്പം അതൊരു സെലിബ്രേഷൻസ് ആയിപ്പോയി. സംഗീത പരിപാടികൾ പൊതുവെ വലിയ സെലിബ്രേഷനായി മാറുമ്പോൾ ഇതിനിടയിൽ മുങ്ങി മരിക്കുന്നത് പലപ്പോഴും കവിതകളാണ്. അപ്പം ആ കാലഘട്ടത്തിൽ പോലും ഇത്തരം കവിതകൾക്ക് പാട്ടിന്റെ ഗാനസാഹിത്യത്തിന് ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഇത്തരം പരിപാടികൾ ചെറുതായിട്ടെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ. 6 മിനിറ്റ് ദൈർഘ്യമുണ്ടായിരുന്ന ഗാനങ്ങൾ ഇന്ന് 2 മിനിറ്റിലേക്ക് ചുരുങ്ങി. 2 മിനിറ്റിൽ കവിത്വത്തോടെ ആശയം പ്രതിഫലിപ്പിക്കുക അസാധ്യമാണ്. നല്ല ഗാനങ്ങൾക്ക് മരണമില്ല. ഇന്നും പഴയ പാട്ടുകൾ മൂളി നടക്കുന്നതിന്റെ കാരണം ഇതാണ്. നല്ല സിനിമയെന്നത് നല്ല പാട്ടുകൂടി ചേർന്നതാണെന്നും സുദീപ് കുമാർ പറഞ്ഞു. ഗായിക മഞ്ജു മേനോൻ, ഒഡീസി നർത്തകി ഷർമിള മുഖർജി എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. യുടിവി ന്യൂസ്, പാലക്കാട്.